എല്ലാവർക്കും ഇക്കനജിസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് VED അനാലിസിസ് ആണ്. വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ABC അനാലിസിസ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ABC അനാലിസിസിനകത്ത് മെറ്റീരിയലിനെ ABC എന്നിങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. A എന്ന് പറഞ്ഞ കാറ്റഗറിനകത്ത് ഹൈ വാല്യൂ ഉള്ളത്, B എന്ന കാറ്റഗറി മോഡറേറ്റ് വാല്യൂ ഉള്ളത്, C എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവർ വാല്യൂ ഉള്ള മെറ്റീരിയലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് യൂസേജ് വാല്യൂ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ മെറ്റീരിയലിൻ്റെ യൂസേജ് വാല്യൂ ആണ് പരിഗണിക്കുന്നത്. അതിൻ്റെ ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റം നമ്മൾ പരിഗണിക്കുന്നില്ല. ഇൻവെൻട്രിയുടെ ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റം നമ്മൾ പരിഗണിക്കുന്നില്ല. പക്ഷെ അതുകൂടി പരിഗണിക്കുന്ന ഒരു ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡാണ് VED അനാലിസിസ് എന്നുള്ളത്, വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇൻവെൻട്രിയെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ എന്നുള്ളത് ഇൻവെൻട്രിയെ ക്ലാസിഫൈ ചെയ്യുന്ന വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിളിനകത്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വൈറ്റൽ ഐറ്റംസ് ആർ ദോസ് വിച്ച് ആർ വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷൻ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ക്രിട്ടിക്കൽ, പ്രൊഡക്ഷനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഐറ്റമാണത് വൈറ്റൽ എന്ന് പറയുന്ന കാറ്റഗറിനകത്ത് വരുന്നത്. അതായത് ഇപ്പം ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയാൽ അത് ആ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സ്റ്റോപ്പ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതാണത്. വൈറ്റൽ എന്ന് പറഞ്ഞ കാറ്റഗറിനകത്തുള്ള ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അത് ഇല്ല എങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെ നിന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് വൈറ്റൽ എന്ന് പറയുന്ന ഒന്നിനകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദെയർ ആബ്സെൻസ് ഫോർ ഫ്യൂ ഡേയ്സ് ഡു നോട്ട് മച്ച് ഹാം ഫോർ പ്രൊഡക്ഷൻ. അതായത് കുറച്ച് ദിവസത്തേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുറച്ച് ദിവസം ഇല്ലെങ്കിൽ വലിയ രീതിയിനകത്ത് പ്രൊഡക്ഷനെ ബാധിക്കണമെന്നില്ല. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഇല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷനെ അത് കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ലോങ് പീരീഡിനകത്ത് ആയാൽ അത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. അതാണ് എസെൻഷ്യൽ. പ്രാധാന്യമുള്ളതാണ്, പക്ഷേ വൈറ്റലിന് അത്രത്തോളം പ്രാധാന്യമില്ല. അതാണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ കാറ്റഗറിനകത്തുള്ള ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വണ്ണാണ് ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ ദോസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ബട്ട് ഫാക്ടറി ക്യാൻ മാനേജ് വിത്തൗട്ട് ദം ഫോർ സം പീരീഡ്. പ്രൊഡക്ഷനകത്ത് ആവശ്യമുള്ളത് തന്നെയാണത് ഡിസൈറബിൾ എന്ന് പറഞ്ഞതുള്ളത്. പക്ഷേ ഇത് ഇല്ല എങ്കിൽ കൂടി പ്രൊഡക്ഷൻ നിന്ന് പോവുകയും ചെയ്യില്ല, പ്രൊഡക്ഷൻ എന്തെയും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എന്താണ് ഒരുപാട് കാലത്തേക്ക് ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീരെ ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് വരുന്നതാണ്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിലും പ്രൊഡക്ഷൻ തുടർന്ന് പോകും, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുകയൊന്നും ചെയ്യില്ല. അതാണെന്ന് പറഞ്ഞാലത് ഡിസൈറബിൾ എന്ന്. കാരണം അതിനെന്തുണ്ടാവും? സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അതാണെന്ന് ഡിസൈറബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ് എന്നുള്ളത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാം, വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസിനകത്ത് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് വൈറ്റൽ ഐറ്റംസ് തന്നെയാണ്. വൈറ്റൽ ഐറ്റം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വൈറ്റൽ ഐറ്റംസ് തന്നെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം. വൈറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് ക്രിട്ടിക്കലായിട്ടുള്ള ഐറ്റമാണത് വൈറ്റൽ ഐറ്റം എന്ന് പറഞ്ഞാൽ. ഇത് പ്രധാനമായിട്ടും VED അനാലിസിസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കൺട്രോൾ ഓഫ് സ്പെയർ പാർട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പെയർ പാർട്സ്, ഓയിൽസ്, ദെൻ ലൂബ്രിക്കൻസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും VED അനാലിസിസ് അല്ലെങ്കിൽ വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിനകത്ത് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു അനാലിസിസാണ് എന്ന് പറഞ്ഞാൽ VED അനാലിസിസ് എന്നുള്ളത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അനാലിസിസാണ് VED അനാലിസിസ് എന്നുള്ളത്. ഇതിനകത്ത് എന്താണ് റോ മെറ്റീരിയൽസിൻ്റെ വളരെ ഇൻവെൻട്രിനെ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ABC അനാലിസിസ് പോലെയുള്ള അനാലിസിസ് അല്ല ഇവിടെ യൂസേജ് വാല്യൂ അല്ല ഇവിടെ പരിഗണിക്കുന്നത്, ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റം എന്നുള്ളത് ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തഡാണെന്ന് പറയാം VED അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ
ഡിസൈറബിൾ എന്ന് മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും വൈറ്റൽ ഐറ്റംസ് അല്ലെങ്കിൽ സ്പെയർ പാർട്ടുകൾ, ഓയിൽ, ലൂബ്രിക്കൻസ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് VD അനാലിസിസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. പിന്നെ ABC അനാലിസിൻ്റെ ഡിഫക്റ്റ് ഓവർകം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണത് VD അനാലിസിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ ചോദിക്കാം. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിനകത്ത് എന്താണെന്നൊരു ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.